ഈ നാവിലെങ്ങാനും ഉമിനീർ ഗ്രന്ഥിക്ക് പ്രശ്നം സംഭവിച്ച് എന്റെ നാവിൽ നനവ് വരുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ പറയാൻ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കുമ്പോൾ എന്റെ നാവിൽ നിന്ന് രക്തം കിനിക്കും, രക്തം പൊടിയും, രക്തം ഞാൻ തുപ്പും. അപ്പോ ആ രക്തം വരാതിക്കാൻ അത് പടച്ചോൻ നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ള നിഅമത്തുകൾ എന്തുമാത്രമാണ്. നമ്മൾ തുപ്പിക്കളയുന്ന ഉമിനീര് പോലും പടച്ചറപ്പിന്റെ അനുഗ്രഹമാണ്. നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതിൽ ഈ ഉമിനീരിന്റെ സാന്നിധ്യം എത്രയാണ്. നമ്മളെ ചുണ്ടുകൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ കൈകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കണ്ണുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇത്രമാത്രം നിഅമത്തുകൾ തന്ന നമ്മുടെ ശരീരത്തെ കുറിച്ച് അള്ളാഹ് ചോദിക്കുമെന്നാണ്. കാര്യം എന്താ? പടച്ച റബ്ബ് തന്നതാണ് ഈ ശരീരം, പടച്ച റബ്ബ് തന്നതാണ് ഈ ശരീരം. ആ ശരീരത്തെ സിഗരറ്റ് വലിച്ച് നശിപ്പിക്കാനുള്ളതല്ല, ലഹരി ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ളതല്ല, MDM ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ളതല്ല. പടച്ച റബ്ബ് തന്ന കരളിനെ, പടച്ച റബ്ബ് തന്ന ലിവറിനെ ഒരു കൊട്ടവും സംഭവിക്കാതെ തിരിച്ച് പടച്ചറപ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അത് പടച്ചറപ്പ് നമുക്ക് തന്ന നിഅമത്താണ്. റെന്റിന് ഒരു സാധനം അങ്ങാടിയിൽ ഒരു കടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ് വരാതെ തിരിച്ചു കൊടുക്കണ്ടേ? വേണ്ടേ? ഇത് പടച്ചോൻ തന്നതാ. നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കണ്ണും കയ്യും കാതൊക്കെ തന്ന് അത് നമുക്ക് അനാവശ്യമായി നശിപ്പിക്കാനുള്ളതല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, അർശിന്റെ തണൽ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ കൊടും ചൂടില് നമ്മൾ നിൽക്കുമെന്നാണ്. ചെമ്പിന്റെ തറ താഴെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കും. ഒരു ചാൺ മുകളില് സൂര്യന് നിൽക്കുമെന്നാണ്. ഇന്ന് നമ്മൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് സൂര്യൻ കത്തിജ്വലിക്കുമ്പോ ഈ മാർച്ചിന്റെ ചൂടില് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ എന്തേ ഈ സ്ഥലം സെലക്ട് ചെയ്തത്? ഈ സ്ഥലം സെലക്ട് ചെയ്തത് എന്താണെന്നറിയോ? നമുക്ക് മാർച്ചിന്റെ ചൂട് വല്ലാതെ നമ്മൾ അലോസരപ്പെടുത്തി കളയും. ഒരു കാറ്റടിക്കണമെന്ന് കുറച്ച് കാറ്റുള്ള സ്ഥലം നമ്മൾ എന്തിനാ സെലക്ട് ചെയ്തത്? മാർച്ചിന്റെ ചൂട് കൊടും വേനലില് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണില്ല അല്ലെ? എന്നാൽ നാളെ പരലോകത്ത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിൽക്കുന്ന സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ വന്ന് നിൽക്കുമെന്നാണ്. അവിടെ വിചാരണ ചെയ്യപ്പെടുമ്പോ ആർക്കാണ് അവിടെ പടച്ചറപ്പിന്റെ ഒരു തണൽ കൊടുക്കുന്നത് അറിയോ? അർശിന്റെ തണല് ആർക്കാണ്? അതായത് ശരിക്കും ആലോചിച്ചോളി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമൽ ലാ ളില്ല ഇല്ലാ ളില്ല. അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം പരലോകത്ത് 7 വിഭാഗം ആളുകൾക്കല്ല അല്ലാഹു തണലിട്ട് കൊടുക്കുമെന്നാണ്. അതില് ഒരാളാരെന്നറിയോ? വദക്കറ മിൻഹും വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അതായത് ഒരു യുവാവ്, ആ യുവാവ് അവന്റെ ആയുസ്സിനെ ഇബാദത്തുമായി, ആരാധനയുമായി കൂട്ടി അവന്റെ മനസ്സിന് ഇണക്കപ്പെട്ട യുവാവിന് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ടെന്നാണ്. നമ്മുടെ മനസ്സ് ഏതുമായിട്ടാണ് ഇണക്കപ്പെട്ടിട്ടുള്ളത്? ഇബാദത്തിൽ നമുക്കൊരു മാധുര്യം ഉണ്ടോ? തറാവീഹ് നമസ്കാരത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു മാധുര്യം ഉണ്ടോ? അതേപോലെ ഖിയാമുൽ ലൈല് നമസ്കരിക്കാൻ പോകുമ്പോ ഒരു മാധുര്യമുണ്ടോ? ഖുർആൻ ഓത്തില് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഒരു മാധുര്യം അനുഭവിക്കുന്നുണ്ടോ? ഒരു ഹലാവത്ത് അനുഭവിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ യൗവനകാലം അത് അല്ലാഹുവിന്റെ മാർഗത്തില് ബാസുരമാക്കി കഴിഞ്ഞാൽ വാർദ്ധക്യത്തില് ഒരു മനുഷ്യൻ പരിപൂർണമായി കിടക്കയിൽ കിടക്കേണ്ടി വന്നാലും അതിന്റെ കൂലി അവൻ അവിടെ അനുഭവിക്കാൻ പറ്റുന്നതാണ്, കിടക്കേ കിടന്നിട്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ള ആൾക്കാർ എന്താ ചെയ്യണമെന്ന് അറിയോ? അതായത് യൗവനത്തിൽ കുറെ സമ്പാദിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പിന്നെ ജോലി എടുക്കാൻ ഇങ്ങനെ ഓടാൻ പറ്റാത്ത പ്രായത്തിൽ അതിന്റെ പ്രോഫിറ്റ് വല്ല ബിൽഡിങ്ങിൽ കൊണ്ടുവിടും, റിയൽ എസ്റ്റേറ്റിൽ കൊണ്ടുവിടും, വലിയ വലിയ കച്ചവടത്തിൽ കൊണ്ടുവിടും. അപ്പൊ പ്രായമാകുമ്പോൾ നമുക്ക് ഓടി അടക്കട്ടെ ഇല്ല, അതിന്റെ പ്രോഫിറ്റ് എവിടെ വരും? നമ്മുടെ ബാങ്കിൽ വരും, നമ്മുടെ അക്കൗണ്ടിൽ വരും. ഇതാണ് നമ്മൾ പടച്ചറപ്പിന്റെ മാർഗത്തിലും ചെയ്യേണ്ടത്. യൗവനത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓടുക. നമ്മള് വിയർപ്പ് കണങ്ങൾ പൊടിയുമാറ് പടച്ചറപ്പിന്റെ മാർഗത്തിൽ ഓടുക. അതിൽ ഓട്ടത്തിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഇബാദത്ത് എന്താണെന്നറിയോ? അത് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് നിസ്കാരം എവിടെ കിട്ടും? അത് നമ്മളെ കർമ്മത്തിൽ നമുക്ക് കിട്ടും. ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർ എവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? അതായത് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റിന്റെ ഏരിയകളുണ്ട്. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഹോട്ടൽ ഉണ്ട് എന്നൊക്കെ വിചാരിക്കാം. അപ്പൊ അതില് ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും?